ഇവിടെ വിശ്വാസമില്ലാത്ത രണ്ട് സഹോദരിമാർക്ക് ദാരിദ്ര്യത്തിൽ കഴിയുന്ന അവരുടെ അനുജത്തിയെ വളർത്താനുള്ള ഒരു ദൗത്യം പെട്ടെന്ന് ലഭിച്ചു. അല്ലെങ്കിൽ അവരുടെ പിതാവിന്റെ സമ്പത്തിൽ അവകാശിയാകാനുള്ള ഒരു അവകാശം അവർക്ക് കിട്ടില്ല. മൂത്ത ചേച്ചിക്ക് അച്ഛന്റെ സ്വത്തിലായിരുന്നു കണ്ണ്. രണ്ടാമത്തെ സഹോദരിക്ക് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമായിരുന്നു. അവൾ അശ്രദ്ധമായിട്ടാണ് പണം ചെലവഴിക്കുന്നത്. ഇത് കാരണം അവരുടെ കോടീശ്വരനായ അച്ഛൻ എല്ലാ പ്രതീക്ഷകളും ഇളയ മകളിലാണ്. അതിനാൽ മരിക്കുന്നതിന് മുമ്പ് ഇളയവൾ വളർന്നു കഴിയുമ്പോൾ ഉത്തരവാദിത്തമില്ലാത്തവളായി മാറുന്നത് തടയാൻ രണ്ട് മൂത്ത പെൺമക്കളോട് അവളെ ദാരിദ്ര്യത്തിൽ വളർത്താനായി പറഞ്ഞു. അതും അവളെ ഒരിക്കലും ധനികാവകാശ പോലെ ജീവിക്കാൻ അനുവദിക്കരുത്. ഇതിലിവർ പരാജയപ്പെട്ടാൽ മുഴുവൻ സമ്പത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന ചെയ്യുമത്രേ. അവളുടെ 20ാം പിറന്നാളിനാകും അനന്തരാവകാശം വിതരണം ചെയ്യുക. അങ്ങനെ 16 വർഷം കഴിഞ്ഞു. അനിയത്തിയുടെ പരീക്ഷ അവസാനിക്കാൻ 60 ദിവസം ബാക്കി നിൽക്കെ എല്ലാ അവധിക്കാലത്തും രണ്ട് സഹോദരിമാർക്കാണ് അവൾ അവധിക്കാലം ചെലവഴിക്കാറ്. അതിനാൽ അവർ ഗ്രാമത്തിലെ ഒരു ചെറിയ തകർന്ന വീട്ടിലാണ് താമസിക്കുന്നത്. അവരുടെ ഇളയ സഹോദരിയോടൊപ്പം കഴിയാനായിട്ട്. അവർ യഥാർത്ഥത്തിൽ സമ്പന്നന്മാരാണെന്ന് അവൾ കണ്ടെത്തുന്നത് തടയാൻ മൂത്തവൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആളുകളെ ഒളിപ്പിക്കാൻ തിടുക്കം കൂട്ടി. രണ്ടാമത്തെ സഹോദരി പരിഭ്രാന്തിയോടെ ഒരു പുരാതന വസ്തു മറയ്ക്കാൻ ശ്രമിച്ചു. കോടിക്കണക്കിന് യൂറോ വിലമതിക്കുന്ന പാത്രം ഒളിപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് അനിയത്തി വാതിൽ തുറന്നു വരുന്നത്. മില്ലിൽ മതിക്കുന്ന പാത്രം മാലിന്യമാണെന്ന് പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ചു. ചേച്ചിമാർ മാലിന്യം ശേഖരിച്ച് വിറ്റാണ് ജീവിക്കുന്നതെന്ന് ഇവൾ കരുതി. അവളുടെ ചേച്ചിമാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ട് അവൾ ബാറിൽ വെയിറ്ററായിട്ട് ജോലിക്ക് കയറി. അവിടെ ഹീറോ കുടിക്കുന്നതിൽ ഒരുത്തി എന്തോ കലർത്തിയത് ഇവൾ കാണുകയും അത് ഹീറോയോട് പറഞ്ഞെങ്കിലും അതവൻ അകത്താക്കി. എന്നിട്ട് അവിടെ അടുത്തേക്ക് വരുമ്പോഴാണ് ഹീറോയുടെ അമ്മയിൽ നിന്ന് കോൾ വരുന്നത്. വിവാഹം കഴിക്കാനായി പറഞ്ഞു. സോ ഹീറോ അവളുടെ കുടുംബത്തിന് മുന്നിൽ അഭിനയിക്കാൻ അയാൾക്കൊരു വ്യാജ ഭാര്യ വരാമോന്ന് ചോദിച്ചു. അതിന് 3 മില്യൺ തരാമെന്ന് കേട്ടപ്പോൾ അവൾ സമ്മതിക്കുകയാണ്. പിന്നീട് എന്ത് സംഭവിച്ചതറിയാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ ഒന്ന് കമന്റ്